പുതിയ തമിഴ്നാടിന്റെ കഥ തൊഴിൽ രംഗത്തുള്ള സ്ത്രീകളെക്കുറിച്ചാണ്. വാസ്തവത്തിൽ രാജ്യത്ത് നിന്നുള്ള ഇലക്ട്രോണിക്സ് കയറ്റുമതിയുടെ 40% തമിഴ്നാട്ടിൽ നിന്നാണ്. കൂടാതെ ടാറ്റ ഇലക്ട്രോണിക്സ്, ഫോക്സ്കോൺ അല്ലെങ്കിൽ പെഗാട്രോൺ പോലുള്ള യൂണിറ്റുകളിൽ 70 മുതൽ 80% വരെ തൊഴിലാളികൾ സ്ത്രീകളാണ്. കോയമ്പത്തൂരിലെ ഈ യൂണിറ്റിലും ധാരാളം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. അവർ സ്വതന്ത്രമായി ചിന്തിക്കുകയും പുരുഷന്മാരിൽ നിന്ന് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ പോവുകയുമാണ്. സാധാരണയായി സ്ത്രീകള് വീട്ടിലെ പുരുഷന്മാർ പറയുന്നത് പോലെയാണോ വോട്ട് ചെയ്യുന്നത്, അതോ അവർ സ്വയം ആലോചിച്ചാണോ വോട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? അങ്ങനെയല്ല. ഇപ്പോഴുള്ള സ്ത്രീകളെല്ലാം അവരവരുടെ ചിന്തകൾക്കനുസരിച്ചാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിൽ പറഞ്ഞ് ഇന്ന ഗവൺമെന്റ് വോട്ട് ചെയ്യണം എന്നതൊന്നും ഇപ്പോഴില്ല. ഇപ്പോൾ എല്ലാവരും അവരുടെ സ്വന്തം ചിന്ത അനുസരിച്ചാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്താലോചിച്ചാണ് വോട്ട് ചെയ്യാറ്? പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുവോ? കുടുംബത്തിൽ ചർച്ച ചെയ്യോ? സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യോ? അതോ മീഡിയയെ നോക്കുവോ? അങ്ങനെയല്ല. എൻ്റെ അച്ഛൻ പണ്ട് മുതലേ ഒരു വഴിയിലാണ് എന്നെയും കൊണ്ട് നടന്നത്. അതിലൊക്കെ ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്. 1000 രൂപ പണം സഹായമായി കൊടുക്കുന്നുണ്ട്. ഉയർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. കുട്ടികളെ പഠിക്കാൻ വിടുന്നതിന് കൊടുക്കുന്നുണ്ട്. സൗജന്യമായി കൊടുത്തിട്ട് ഇപ്പോൾ നികുതിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ ഇരിക്കുന്നത് നമുക്ക് പ്രശ്നമല്ലേ. ഇപ്പോൾ ബസ്സിൽ സൗജന്യമായി പോകുന്നു, അതേസമയം പുറത്തേക്കുള്ള ബസ്സുകളൊക്കെ നോക്കിയാൽ ടിക്കറ്റിന് ഇരട്ടി വിലയാണ്. അതുപോലെയൊക്കെ ഇല്ലേ. പ്രയോജനമില്ല. 3 മണിക്ക് ഒരു സിനിമ കാണാം. അദ്ദേഹത്തിന്റെ കയ്യിൽ 5 വർഷം ഭരണം കൊടുക്കാമോ? തീർച്ചയായും അദ്ദേഹത്തെ വിശ്വസിച്ച് നമുക്ക് കൊടുക്കാം. കാരണം ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ വിജയ് വന്നതിന് ശേഷം എല്ലാവർക്കും ഭയമായി. അവരൊരു ചാനലിലും വിജയുടെ സിനിമ ഇടുന്നില്ല. സിനിമ റിലീസ് ചെയ്യാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അത് തിരിച്ച് ഇത് ചെയ്യേണ്ട അവസ്ഥ വന്നു. എല്ലാ ചെറുപ്പക്കാരും വിജയ് വിജയ് എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ നയങ്ങളൊന്നും ആരും നോക്കുന്നില്ല. ആ നയങ്ങൾ നോക്കി രാജ്യത്തിന് ഏതാണ് ശരിയെന്ന് പറഞ്ഞു വന്നാൽ മതി. ആര് നല്ല രീതിയിൽ ചെയ്താലും മതി. വിജയ് തന്നെ വരണമെന്നൊന്നുമില്ല. അത്രയും കോടി രൂപയുടെ കാശ് വിട്ടിട്ട് അദ്ദേഹം ഇലക്ഷനിൽ ഇവിടെ പൊളിറ്റിക്സിൽ വന്നിട്ട് വേണം സമ്പാദിക്കാൻ എന്നൊരു ആവശ്യമില്ല. അദ്ദേഹത്തിന് അവിടെ തന്നെ ഇരുന്നിട്ട് അത്രയും ശമ്പളം വാങ്ങാമായിരുന്നു. ബട്ട് അതിനെയെല്ലാം മറികടന്ന് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ജനങ്ങളായ നമ്മൾ സപ്പോർട്ട് ചെയ്താലേ അദ്ദേഹത്തിന് വരാൻ കഴിയും. ഇവിടെ എന്തായാലും അവർ എങ്ങനെ നിങ്ങളുടെ വിജയ് വരാൻ പോകുന്നു, വിജയിക്കാൻ പോകുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ വിജയ്ക്ക് മുൻപുള്ളതിനേക്കാൾ ഇപ്പോൾ പൊളിറ്റിക്സ് എന്താണെന്ന് ജനങ്ങളുടെ മധ്യത്തിലും സ്റ്റുഡൻസിൻ്റെ മധ്യത്തിലുമൊക്കെ വിജയ് വന്നതിന് ശേഷമാണ് എല്ലാവർക്കും അറിയാവുന്നത്. അതല്ലാതെ ഇതിന് മുൻപുള്ള രാഷ്ട്രീയം വേറെ, ഇപ്പോഴുള്ള രാഷ്ട്രീയം വേറെ. തീർച്ചയായും ഈ ഇലക്ഷനിൽ വിജയ് ഒരു ഭൂരിപക്ഷത്തോടെ